ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജലീൽ പാലപ്പെട്ടി, അബുദാബി. പ്രിയപ്പെട്ടവരെ, എന്നെപ്പോലെയുള്ള ദീർഘകാലം ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ, ഈ അടുത്ത ദിവസം ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അപ്പോൾ ഇലക്ട്ര സ്റ്റേറ്റിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യത്തിന് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ആൾ വരുന്നുണ്ട്. പ്രായമായി, നടക്കാൻ ചൊവ്വിന് വയ്യ, കാലിങ്ങനെ വലിച്ചു വെച്ച് നടക്കപ്പോൾ അദ്ദേഹത്തോട് എൻ്റെ അടുത്ത് ഞാൻ ചെന്നു. എൻ്റെ ജില്ലക്കാരനാണ്, പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. ദീർഘകാലം അദ്ദേഹം അബുദാബിയിൽ ഒരു അറബി വീട്ടിൽ പാചകക്കാരനായിരുന്നു എന്നും കുറേ കാലമൊക്കെ നിന്നതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെ ഇല്ല. കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളം എന്നെപ്പോലെ തന്നെ അദ്ദേഹവും കുടുംബത്തിന് അയച്ചു കൊടുക്കും. അപ്പോൾ മിച്ചമായി ഒന്നുമില്ല. പ്രായം അധികം കൊണ്ട് അദ്ദേഹത്തോട് വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു, അറബി വീട്ടുകാർ പോയിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചു പോയി നാട്ടിൽ ചെന്നു. കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഭാര്യയ്ക്കും മക്കൾക്കും എടുത്തതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറയാനേ നേരമുള്ളൂ. ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാ ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കിട്ടാത്ത രീതിയിൽ തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്നുകൂടി വന്ന് നോക്കാം, എന്തെങ്കിലും ജോലി കിട്ടും, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രായം കൂടിയ നിലയ്ക്ക് ഇപ്പോൾ ജോലി കിട്ടാനൊക്കെ പാടാണെന്ന് പറഞ്ഞാലും ഞാൻ ശ്രമിച്ചു. 2 വിസിറ്റിങ് പുതുക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, എന്നെപ്പോലുള്ള സാധാരണ പ്രവാസികൾ, അവർ ഇനി 10, 25, 30, 40 കൊല്ലം നിന്നാൽ പോലും അവർക്ക് കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. അത്ര വലിയ തന്ത്രവും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാത്ത സാധാരണക്കാർക്ക് വലിയതായിട്ടൊന്നും സമ്പാദ്യം ഉണ്ടാവില്ല. അപ്പോൾ അവരോട് സ്നേഹത്തോടെ, നിങ്ങൾ ചിലപ്പോൾ ബിരിയാണി വെച്ച് കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല, എങ്കിലും അവരോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചതാണ് എന്നുള്ള ഒരു പരിഗണന പ്രവാസികളായി തിരിച്ചു വന്ന എല്ലാവർക്കും കൊടുക്കണം. അവരല്ലെങ്കിലേ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് വന്ന് മനസ്സമാധാനം കൂടിയില്ലെങ്കിൽ തീർച്ചയായും തകർന്നു പോകും. ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരെ സമീപിച്ചു, അവരുമായൊക്കെ സംസാരിച്ചു. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സത്യത്തിൽ അവർ നാടിനെ അവർക്ക് ഒരു തരം എന്താ പറയുക, നാട്ടിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് പറ്റുമെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കലായിരുന്നു നല്ലത് എന്നാണ്. കാരണം അതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പ്രവാസികളോട് പെരുമാറാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.